കർത്താവിൽ പ്രിയരെ, ദൈവവചനം ധ്യാനിക്കുവാൻ താങ്കളെ സ്വാഗതം ചെയ്യുന്നു. കർത്താവിൻ്റെ അത്ഭുതങ്ങളിൽ കൂടുതലും ശബ്ബത്തിലാണ് ചെയ്തത് എന്ന് ഒരാൾ പറഞ്ഞു കേൾക്കാനിടയായി. വാസ്തവം അങ്ങനെയാണോ എന്ന് നമുക്ക് പരിശോധിക്കാം. കർത്താവിൻ്റെ അത്ഭുതങ്ങളിൽ പലതും ശബ്ബത്ത് നാളിൽ നടന്നതായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു. അതിനെ തുടർന്ന് പരീശന്മാരും യഹൂദ പ്രമാണികളുമായിട്ട് ഈ വിഷയത്തിൽ ഒരു തർക്കം ഉണ്ടായ കാര്യവും നമ്മൾ പുതിയ നിയമത്തിൽ വായിക്കുന്നുണ്ട്. കർത്താവ് പ്രവർത്തിച്ച അത്ഭുതങ്ങളിൽ 35 എണ്ണമാണ് 4 സുവിശേഷങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 4 സുവിശേഷങ്ങളിലും രേഖപ്പെടുത്തിയിരിക്കുന്നത് ഒരേ ഒരു അത്ഭുതമാണ്. അത് 5000 പേരെ 5 അപ്പം കൊണ്ട് പോഷിപ്പിച്ച അത്ഭുതമാണ്. ശബ്ബത്തിൽ കർത്താവ് പ്രവർത്തിച്ചത് 7 അത്ഭുതങ്ങളാണ് എന്ന് കാണാൻ സാധിക്കും. അത് സിനഗോഗിൽ വെച്ച് നടന്നുകൊണ്ട്, വീട്ടിൽ വെച്ച് നടന്നുകൊണ്ട്, വേദസ്ഥ കുളക്കരെ, വഴിയരികെ, ഇങ്ങനെ വ്യത്യസ്തമായ സ്ഥലങ്ങളിലാണ്. ഒന്നാമത്തെ ശബ്ബത്ത് അത്ഭുത പ്രവൃത്തി എന്ന് പറയുന്നത് വേദസ്ഥ കുളക്കരയിൽ 38 വർഷമായി രോഗിയായിരുന്ന ഒരാളിനെ സുഖമാക്കിയ സംഭവമാണ്. യെരുശലേമിലാണ് ഇത് നടക്കുന്നത്. യോഹന്നാൻ സുവിശേഷം 5-ാം അധ്യായത്തിൽ മാത്രമാണ് ഇതിനെക്കുറിച്ച് നമ്മൾ വായിക്കുന്നത്. 38 ആണ്ട് ആ കുളക്കര കിടക്കുകയായിരുന്നു ഇതിനർത്ഥമില്ല. അദ്ദേഹം 38 ആണ്ട് രോഗിയായിരുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. യോഹന്നാൻ 5:5. എന്നാൽ 38 ആണ്ട് രോഗം പിടിച്ച് കിടന്ന ഒരു മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നു. ഈ വേദസ്ഥ കുളക്കരയുടെ കാര്യമാണോ പറയുന്നത്? യോഹന്നാൻ 5, 8, 9, 10 വാക്യങ്ങൾ. യേശു അവനോട്, എഴുന്നേറ്റ് നിന്റെ കിടക്ക എടുത്ത് നടക്ക എന്ന് പറഞ്ഞു. ഉടനെ ആ മനുഷ്യൻ സൗഖ്യമായി കിടക്ക എടുത്ത് നടന്നു. എന്നാൽ അന്ന് ശബ്ബത്തായിരുന്നു. രണ്ടാമത്തെ ശബ്ബത്ത് അത്ഭുത പ്രവൃത്തി കപ്പർനഹൂമിൽ ഒരു സിനഗോഗിൽ വെച്ചാണ് നടക്കുന്നത്. അശുദ്ധ ഭൂതം ബാധിച്ച ഒരു മനുഷ്യനെ സുഖമാക്കി. ഇത് മർക്കോസ് സുവിശേഷം 1-ാം അധ്യായത്തിലും ലൂക്കോസ് സുവിശേഷം 4-ാം അധ്യായത്തിലും രേഖപ്പെടുത്തിയിരിക്കുന്നു. ലൂക്കോസ് സുവിശേഷത്തിൽ ഇങ്ങനെ വായിക്കുകയാണ്, 4-ാം അധ്യായം 31-ാമത്തെ വാക്യം. അനന്തരം അവൻ ഗലീലയിലെ ഒരു പട്ടണമായ കപ്പർനഹൂമിൽ ചെന്നു ശബ്ബത്തിൽ അവരെ ഉപദേശിച്ചു പോന്നു. ലൂക്കോസ് 4:33. അവിടെ പള്ളിയിൽ അശുദ്ധ ഭൂതം ബാധിച്ച ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു. ലൂക്കോസ് 4:35. കർത്താവ് ആ പിശാചുക്കളോട് പറയുകയാണ്, മിണ്ടരുത്, അവനെ വിട്ടുപോക എന്ന് യേശു ശാസിച്ചപ്പോൾ ഭൂതം അവനെ നടുവിൽ തള്ളിയിട്ടു, കേടൊന്നും വരുത്താതെ അവനെ വിട്ടുപോയി. മൂന്നാമത്തെ അത്ഭുത പ്രവൃത്തി ശബ്ബത്തിൽ നടന്ന അതേ ദിവസം തന്നെ നടന്നു എന്നാണ് കാണുന്നത്. ശബ്ബത്ത് കഴിഞ്ഞ് പത്രോസിൻ്റെ ഭവനത്തിൽ ചെന്നപ്പോൾ, കപ്പർനഹൂമിലാണ്, അവിടെ പത്രോസിൻ്റെ അമ്മാവിയമ്മയെ സുഖമാക്കുന്നതാണ്. ഇത് 3 സുവിശേഷങ്ങൾ കാണുന്നു. മത്തായി സുവിശേഷം 8-ാം അധ്യായം, മർക്കോസ് 1-ാം അധ്യായം, ലൂക്കോസ് 4-ാം അധ്യായം രേഖപ്പെടുത്തിയിരിക്കുന്നു. മത്തായി സുവിശേഷം 8-ാം അധ്യായം 14-ാമത്തെ വാക്യത്തിൽ യേശു പത്രോസിൻ്റെ വീട്ടിൽ വന്നാറെ അവൻ്റെ അമ്മാവിയമ്മ പനി പിടിച്ച് കിടക്കുന്നത് കണ്ടു. മത്തായി 8:15. അവൻ അവളുടെ കൈ തൊട്ടു, പനി അവളെ വിട്ടു, അവൾ എഴുന്നേറ്റ് അവർക്ക് ശുശ്രൂഷ ചെയ്തു. ഇത് ശബ്ബത്തിലാണ് നടന്നതെന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കില്ല. എന്നാൽ നമ്മളത് മനസ്സിലാക്കുന്നത് ലൂക്കോസ് 4:38. അവൻ പള്ളിയിൽ നിന്ന് ഇറങ്ങി ശീമോൻ്റെ വീട്ടിൽ ചെന്നു. ശീമോൻ്റെ അമ്മാവിയമ്മ കഠിന ജ്വരം കൊണ്ട് വലഞ്ഞിരിക്കയാൽ അവൾക്ക് വേണ്ടി അവനോട് അപേക്ഷിച്ചു എന്ന് പറഞ്ഞിരിക്കുന്നു. ലൂക്കോസ് 4:40. സൂര്യൻ അസ്തമിക്കുമ്പോൾ നാനാവ്യാധികൾ പിടിച്ച ദീനക്കാർ ഉള്ളവരൊക്കെയും അവരെ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു എന്ന് പറഞ്ഞാൽ ശബ്ബത്ത് സൂര്യാസ്തമനത്തിന് ശേഷം അനേക രോഗികളെ അവിടെ കൊണ്ടുവന്ന കാര്യമാണ് എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് പത്രോസിൻ്റെ അമ്മാവിയമ്മയെ സുഖമാക്കി ശബ്ബത്ത് മണിക്കൂറിലാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. 4-ാമത്തെ അത്ഭുതം കൈ വരണ്ട ഒരു മനുഷ്യനെ സൗഖ്യമാക്കുന്നു. ഇത് ഗലീലയിലാണ് നടക്കുന്നത്, ഒരു സിനഗോഗിലാണ്. ഇതിനെ സംബന്ധിച്ച് മത്തായി സുവിശേഷം 12-ാം അധ്യായത്തിലും, മർക്കോസ് സുവിശേഷം 3-ാം അധ്യായത്തിലും, ലൂക്കോസ് സുവിശേഷം 6-ാം അധ്യായത്തിലും രേഖപ്പെടുത്തിയിരിക്കുന്നു. മത്തായി 12:9. അവൻ അവിടം വിട്ട് അവരുടെ പള്ളിയിൽ ചെന്നപ്പോൾ കൈ വരണ്ട ഒരു മനുഷ്യനെ കണ്ടു. മത്തായി 12:10.
അവർ അവനിൽ കുറ്റം ചുമത്തേണ്ടതിന് ശബ്ബത്തിൽ സൗഖ്യമാക്കുന്നത് വിഹിതമോ എന്ന് അവനോട് ചോദിച്ചു. മത്തായി 12:11. അവൻ അവരോട്, നിങ്ങളിൽ ഒരുത്തന് ഒരു ആടുണ്ട് എന്നിരിക്കട്ടെ. അത് ശബ്ബത്തിൽ കുഴിയിൽ വീണാൽ അവൻ അതിനെ പിടിച്ചു കയറ്റുകയില്ലയോ? മത്തായി 12:12. എന്നാൽ മനുഷ്യൻ ആടിനേക്കാൾ എത്ര വിശേഷതയുള്ളവൻ! ആകയാൽ ശബ്ബത്തിൽ നന്മ ചെയ്യുന്നത് വിഹിതം തന്നെ എന്ന് പറഞ്ഞു. മത്തായി 12:13. പിന്നെ ആ മനുഷ്യനോട് കൈ നീട്ടുക എന്ന് പറഞ്ഞു. അവൻ നീട്ടി, അത് മറ്റേതുപോലെ സൗഖ്യമായി. അതായത് ശബ്ബത്ത് അതിന് പ്രാധാന്യമൊന്നുമില്ല എന്നോ ശബ്ബത്ത് താൻ നീക്കാൻ പോവുകയാണോ എന്ന് കർത്താവ് പറഞ്ഞില്ല. അതിനു പകരം ശബ്ബത്തിൽ ഒരു രോഗിയെ സൗഖ്യമാക്കുന്നത് ശരിയായിട്ടുള്ള കാര്യമാണ്. അവിടെ ശബ്ബത്ത് ലംഘനം നടക്കുന്നില്ല എന്ന് കർത്താവ് അവിടെ അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. 5-ാമത്തെ അത്ഭുതം പിറവിയിലെ കുരുടനായ ഒരു മനുഷ്യനെ സുഖമാക്കുന്നതാണ്. ഇത് യെരുശലേമിലാണ്. ഒരു വഴിയരികെ നടക്കാനാണ് സാധ്യത. യോഹന്നാൻ്റെ സുവിശേഷം 9-ാം അധ്യായത്തിലാണ് ഇത് നമ്മൾ കാണുന്നത്. യോഹന്നാൻ്റെ സുവിശേഷം 9-ാം അധ്യായം 1-ാമത്തെ വാക്യം. അവൻ കടന്നു പോകുമ്പോൾ പിറവിയിലെ കുരുടനായ ഒരു മനുഷ്യനെ കണ്ടു. 9-ാം അധ്യായം 6-ാമത്തെ വാക്യം. ഇങ്ങനെ പറഞ്ഞിട്ട് അവൻ നിലത്ത് തുപ്പി, തുപ്പൽ കൊണ്ട് ചേറുണ്ടാക്കി, ചേറ് അവൻ്റെ കണ്ണിന്മേൽ പൂശി. യോഹന്നാൻ 9:7. നീ ചെന്ന് ശീലോഹാം കുളത്തിൽ കഴുകുക എന്ന് അവനോട് പറഞ്ഞു. ശീലോഹാം എന്നതിന് അയക്കപ്പെട്ടവൻ എന്നർത്ഥം. അവൻ പോയി കഴുകി കണ്ണ് കാണുന്നവനായി മടങ്ങി വന്നു. യോഹന്നാൻ 9:14. യേശു ചേറുണ്ടാക്കി അവൻ്റെ കണ്ണ് തുറന്നത് ശബ്ബത്ത് നാളിൽ ആയിരുന്നു. 6-ാമത്തെ അത്ഭുത പ്രവൃത്തി കൂനിയായ ഒരു സ്ത്രീക്ക് വിടുതൽ നൽകുന്നതാണ്. ഇത് സിനഗോഗിലാണ് നടക്കുന്നത്. ലൂക്കോസ് സുവിശേഷം 13-ാം അധ്യായത്തിൽ ഇത് വിവരിച്ചിരിക്കുന്നു. ലൂക്കോസ് 13:10. ഒരു ശബ്ബത്തിൽ അവൻ പള്ളിയിൽ ഉപദേശിച്ചു കൊണ്ടിരുന്നു. 11-ാമത്തെ വാക്യം. അവിടെ 18 സംവത്സരമായി ഒരു രോഗാത്മാവ് ബാധിച്ചിട്ട് ഒട്ടും നിവരുവാൻ കഴിയാതെ കൂനിയായ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. ലൂക്കോസ് 13:12. യേശു അവളെ കണ്ട് അടുക്ക വിളിച്ചു, സ്ത്രീയെ, നിന്റെ രോഗബന്ധനം അഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു അവളുടെ മേൽ കൈവച്ചു. ലൂക്കോസ് 13:13. അവൾ ക്ഷണത്തിൽ നിവർന്നു ദൈവത്തെ മഹത്വപ്പെടുത്തി. ലൂക്കോസ് 13:14. യേശു ശബ്ബത്തിൽ സൗഖ്യമാക്കിയതുകൊണ്ട് പള്ളിപ്രമാണി നീരസപ്പെട്ടു. പുരുഷാരത്തോട്, വേല ചെയ്യുവാൻ 6 ദിവസമുണ്ടല്ലോ, അതിനകം വന്ന് സൗഖ്യം വരുത്തിച്ചുകൊള്ളുവീൻ, ശബ്ബത്തിൽ അരുത് എന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ സൗഖ്യമാക്കിയ ഉടൻ തന്നെ പള്ളിയുടെ പ്രമാണി അവിടെ നിന്ന് ഇങ്ങനെ അനൗൺസ്മെൻറ്റ് ചെയ്യുകയാണ്. കർത്താവ് അതിനോട് ഇങ്ങനെയാണ് പ്രതികരിച്ചത്. ലൂക്കോസ് 13:15. കർത്താവ് അവനോട്, കപടഭക്തിക്കാരെ, നിങ്ങളിൽ ഒരുത്തൻ ശബ്ബത്തിൽ തൻ്റെ കാളയെയോ കഴുതയെയോ തൊട്ടിയിൽ നിന്ന് അഴിച്ചു കൊണ്ടുപോയി വെള്ളം കുടിപ്പിക്കുന്നില്ലയോ? ലൂക്കോസ് 13:16. എന്നാൽ സാത്താൻ 18 സംവത്സരമായി ബന്ധിച്ചിരുന്ന അബ്രഹാമിൻ്റെ മകളായി ഇവളെ ശബ്ബത്ത് നാളിൽ ഈ ബന്ധനം അഴിച്ചുവിടേണ്ടതല്ലയോ എന്ന് ഉത്തരം പറഞ്ഞു. ലൂക്കോസ് 13:17. അവനിത് പറഞ്ഞപ്പോൾ അവൻ്റെ വിരോധികൾ എല്ലാവരും നാണിച്ചു. അവനാൽ നടക്കുന്ന സകല മഹിമകളാലും പുരുഷാരം ഒക്കെയും സന്തോഷിച്ചു. 7-ാമത്തെ അത്ഭുതം മഹോദരമുള്ള ഒരു മനുഷ്യനെ സുഖമാക്കുന്നതാണ്. ഇത് ഒരു പരീശൻ്റെ ഭവനത്തിലാണ് നടക്കുന്നത്. ഒരു പക്ഷെങ്കിൽ പെരേയ എന്ന സ്ഥലത്താകാം എന്ന് ബൈബിൾ കമൻട്രി പറയുന്നു. ലൂക്കോസ് വിശേഷം 14-ാം അധ്യായത്തിലാണ് ഇത് നമ്മൾ വായിക്കുന്നത്. ലൂക്കോസ് 14:1. പരീശ പ്രമാണികളിൽ ഒരുത്തൻ്റെ വീട്ടിൽ അവൻ ഭക്ഷണം കഴിപ്പാൻ ശബ്ബത്തിൽ ചെന്നപ്പോൾ. ഇത് പള്ളിയിൽ യേശുവും ശിഷ്യന്മാരും ചെന്നു. ഒരു പക്ഷേ യേശു അവിടെ ശുശ്രൂഷ ചെയ്തിരിക്കാം. അതുകൊണ്ട് പള്ളിപ്രമാണി എന്തു ചെയ്യുന്നു? യേശുവിനെ ഭവനത്തിലേക്ക് ആഹാരത്തിന് വിളിച്ചതായിരിക്കാം എന്ന് ഊഹിക്കുകയാണ്. പരീശ പ്രമാണികളിൽ ഒരുത്തൻ്റെ വീട്ടിൽ അവൻ ഭക്ഷണം കഴിപ്പാൻ ശബ്ബത്തിൽ ചെന്നപ്പോൾ അവർ അവനെ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു. അവിടെ പല ആളുകളുണ്ടായിരുന്നു. ലൂക്കോസ് 14:2. മഹോദരമുള്ള ഒരു മനുഷ്യൻ അവൻ്റെ മുമ്പിലുണ്ടായിരുന്നു. ഈ മഹോദരം എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ അതിന് ഡ്രോപ്സി എന്ന് എഴുതിയിരിക്കുന്നു. ഡ്രോപ്സി എന്ന് പറഞ്ഞാൽ ഇപ്പോഴത് എഡീമ എന്ന് പറയും. ശരീരത്തിൽ ജലാംശം കെട്ടി നിൽക്കുന്ന ഒരു അവസ്ഥയാണിത്. മഹോദരമുള്ള ഒരു മനുഷ്യൻ അവൻ്റെ മുമ്പിൽ ഉണ്ടായിരുന്നു. ലൂക്കോസ് 14:3. യേശു ന്യായശാസ്ത്രിമാരോടും പരീശന്മാരോടും ശബ്ബത്തിൽ സൗഖ്യമാക്കുന്നത് വിഹിതമോ അല്ലയോ എന്ന് ചോദിച്ചു. അവരോ മിണ്ടാതിരുന്നു. ലൂക്കോസ് 14:4.
അവൻ അവനെ തൊട്ടു സൗഖ്യമാക്കി വിട്ടയച്ചു. കർത്താവ് യേശു ക്രിസ്തു അവർക്ക് കൊടുത്തതായ ഒരു പാഠം എന്താണെന്നറിയാമോ? ശബ്ബത്തിൽ ഒരാളിനെ സുഖമാക്കുന്നത് ദൈവിക ശുശ്രൂഷയാണ്. അത് കൽപ്പന ലംഘനമല്ല, ശബ്ബത്ത് ലംഘിക്കുന്ന പ്രവൃത്തിയല്ല എന്ന് കാണിച്ചു കൊടുത്തു. എന്നാൽ യഹൂദന്മാർ ക്രിസ്തുവിന്മേൽ ദോഷം ആരോപിക്കുകയാണ്. കർത്താവ് കൽപ്പന ലംഘിച്ചു എന്നവർ ആരോപിക്കുകയാണ്. ഇന്ന് പല ക്രിസ്ത്യാനികളും അതുതന്നെയാണ് ചെയ്യുന്നത്. കർത്താവ് ശബ്ബത്ത് കൽപ്പന ലംഘിച്ചു എന്നവർ ഒരു മടിയുമില്ലാതെ പ്രസ്താവിക്കുകയാണ്. അപ്പോൾ നിയമം കൊടുത്ത കർത്താവിനെ, സൃഷ്ടാവിനെ, നിയമദാതാവും സൃഷ്ടാവുമായ ദൈവത്തെ അവർ നിയമം എങ്ങനെ അനുസരിക്കണമെന്ന് പഠിപ്പിക്കുന്നത് പോലെയാണ് ഇത്. കർത്താവ് 4-ാം കൽപ്പന ലംഘിക്കുകയാണെങ്കിൽ അതിനർത്ഥം എന്താണ്? അവൻ പാപിയായി തീരുകയാണ്. മനുഷ്യൻ്റെ രക്ഷകനായിരിക്കാൻ സാധ്യമല്ല. അത് മാത്രമല്ല, കർത്താവ് ഇങ്ങനെയൊരു പ്രസ്താവന നടത്തിയിട്ടുണ്ട്. യോഹന്നാൻ 15:10, ഐ ഹാവ് കെപ്റ്റ് മൈ ഫാദേഴ്സ് കമാൻഡ്മെൻറ്റ്സ്. ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പ്രമാണിച്ചു. അവൻ്റെ സ്നേഹത്തിൽ വസിക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പ്രമാണിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ വസിക്കും. കർത്താവിൻ്റെ വാക്കുകൾ വിശ്വസിക്കുക, ദൈവത്തിന് മഹത്വം കൊടുക്കുക. ദൈവം അനുഗ്രഹിക്കട്ടെ. സ്വർഗീയ പിതാവേ, ദൈവത്തിൻ്റെ വചനം പഠിക്കുവാൻ തന്ന അവസരത്തിനു വേണ്ടി സ്തോത്രം. ദൈവത്തിൻ്റെ വചനത്തെ ഞങ്ങൾ സ്വീകരിച്ച് ദൈവത്തിന് മഹത്വം കൊടുക്കാൻ അവിടുന്ന് അടിയങ്ങൾക്ക് സഹായിക്കണമേ. സത്യം തിരിച്ചറിയുവാൻ അടിയങ്ങൾക്ക് സഹായിക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.